കൂട്ടുകാരെ ഞാൻ വന്നു കേട്ടോ. ഇന്നൊരു സേവനവാരം ഡേ ആണ്. പക്ഷെ തുടക്കത്തിലെ പണി പാളി കേട്ടോ. എല്ലാം ചെത്തുന്നതിൻ്റെ ഇടയിൽ പൈപ്പ് പൊട്ടി ഗൈസ്, ഫുൾ വെള്ളവും പോകാൻ തുടങ്ങി. ഇതാണെങ്കിൽ മെയിൻ പൈപ്പാട്ടോ. എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ലാസ്റ്റ് അപ്പൂനെ വിളിച്ച് അവൻ വന്ന് പൈപ്പൊക്കെ മുറിച്ച് എനിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതോടെ പണിയെടുക്കാനുള്ള മൂടങ്ങ് പോയി. അതോടെ ഞാൻ പണിയെടുക്കൽ നിർത്തി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മമ്മേനെ കാണാൻ വേണ്ടി പോവുകയാണേ. തറവാടെത്തിപ്പേന് കുട്ടനും കുറച്ച് പിള്ളേർ സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഓടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് തുമ്പിമോളെയൊക്കെ എടുത്ത് എല്ലാവരും കൂടെ പോകുന്ന വഴിക്ക് പുളി വീണ് കിടക്കുന്നു. പിന്നെ പുളീൻ്റെ മേലെ ഒരു അറ്റാക്കായിരുന്നു കേട്ടോ നടന്നത്. കുറച്ച് ദിവസമായി പുളി പെറുക്കിയിട്ട്, അല്ലെങ്കിൽ അമ്മമ്മയൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് വന്ന് പെറുക്കലുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി പെറുക്കിയോണ്ട് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം തീരാനായിട്ട് ഈ കുരങ്ങൊക്കെ വന്ന് കുലുക്കിയെടുത്ത് എല്ലാം കൊണ്ടുപോകും. അതുകൊണ്ട് ഇപ്പം അധികം പുളിയൊന്നും കിട്ടാനില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഓരോ സൈഡ് വെച്ചങ്ങ് പെറുക്കാൻ തുടങ്ങി കേട്ടോ. കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. ബക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് മായക്കുട്ടൻ്റെ ഡ്രസ്സാണ് അത് ഇടാനുള്ള ഒരു ബോക്സ് ആയിട്ട് കണക്കാക്കിയേക്കുന്നത് കേട്ടോ. പിന്നെ പെറുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ കഥകളൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. കൊച്ചു തുമ്പിമോളെ എടുത്തിട്ടൊക്കെയാണ് പെറുക്കൽ. ഞാനൊക്കെ അറ്റാക്ക് ചെയ്ത് വീഴുന്നുണ്ട് കേട്ടോ. ആക്രാന്തം കാണിച്ച് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുട്ടൻ എന്നെ കളിയാക്കിയിട്ട് പോയതാട്ടോ. പോയി ഞാൻ നോക്കുമ്പോണ്ട് അടപ്പടഞ്ചം പറഞ്ഞ് വീഴുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ചിരി കൺട്രോൾ ചെയ്തത്, കാരണം അവൻ എന്നെ കളിയാക്കിയിട്ട് പോയത് കേട്ടോ ഞാൻ പെറുക്കുന്നതിന്. പിന്നെ ഞാൻ അവിടുത്തെ എല്ലാവരുടെ ചിരിയും എല്ലാവരും ആളാൻ വിധം ചിരി. ഞാൻ അവനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അവൻ വീണത് എങ്ങനെയാണെന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് കിച്ചുമോനും ഒന്ന് വീണു കേട്ടോ. പുളി പെറുക്കലിന് ശേഷം പിന്നെ പുളി ടെസ്റ്റിംഗ് ആയി കേട്ടോ. തുമ്പിമോളടക്കം തുടങ്ങിയിട്ടുണ്ട്. ആദുമോനും തുമ്പിമോളും കിച്ചൂട്ടനും എല്ലാവരും ടെസ്റ്റിങ്ങിൻ്റെ ആൾക്കാരാട്ടോ. ഇതാട്ടോ നമ്മളെ പുളിമരം. അത്യാവശ്യം വലിയ മരമായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ പുളി ഇതാക്കി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ അത്രയ്ക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നുണ്ടപ്പോൾ ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്തേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 2 മരംകേറികളൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടനും കിച്ചു. അതൊക്കെ നമ്മൾ മരമങ്കി കളിക്കുന്ന ഓർമ്മ വന്നു കേട്ടോ. നമ്മളെയൊക്കെ സ്ഥിരം ആവാസ കേന്ദ്രമായിരുന്നു ഇത്. ഇവിടെ 2-3 കശുമാവും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീടുകളൊക്കെ വന്നപ്പോൾ അതൊക്കെ മുറിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ അമ്മമ്മേൻ്റെ വീട്ടിലെത്തിയേ. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു യൂട്യൂബർ ഉണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ പ്ലേ ബട്ടനൊക്കെ കണ്ട് ഒരു സംതൃപ്തിയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.